ഓം ശാന്തി. നമ്മുടെ മാനസികാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളുടെ എല്ലാം പ്രധാന കാരണങ്ങൾ പുറത്തു നിന്നുള്ള എന്തൊക്കെയോ ആണ് എന്നൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഇതുവരെയും ജീവിച്ചു പോന്നിരുന്നത്. ഇതിനിടയിൽ പെട്ടെന്ന് കോവിഡ് വന്നു. മുഴുവൻ ലോകവും പിന്നെ നമ്മളും ആ മഹാമാരിയെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ തുടങ്ങി. എല്ലാവരും പാൻഡമിക് എന്നൊരു കാര്യത്തെക്കുറിച്ച് മാത്രം പറയാൻ തുടങ്ങി. ശരിയാണ്, പുതിയൊരു മഹാമാരിയാണ്. നമ്മൾ അതിനെ തരണം ചെയ്യാനുള്ള കാര്യങ്ങൾ സ്വീകരിക്കും, ഒന്നിച്ചു നിൽക്കും. എന്നാൽ ഇങ്ങനെ ചിന്തിക്കുന്നതിനു പകരം നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഭയവും ആകുലതയും നോർമലാണ്, ഭയവും എങ്സൈറ്റിയും നോർമലാണ് എന്നെല്ലാവരും പറഞ്ഞിരുന്നില്ലേ? അമിതമായ ചിന്തകൾ നോർമലാണ്, സ്ട്രെസ് നോർമലാണ് എന്നെല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞുകൊണ്ടിരുന്നു. ഇത്തരം ചിന്തകളെ പോലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ നമുക്ക് ശരിയാക്കിയെടുക്കാമായിരുന്നു. എന്നാൽ ഇതൊക്കെ 2 വർഷത്തോളം നീണ്ടു നിൽക്കുമെന്ന് നമ്മൾ ആദ്യമേ അറിഞ്ഞില്ലല്ലോ. ഈ കഴിഞ്ഞ 2 വർഷങ്ങളായി നമ്മൾ മനസ്സിൽ ഭയവും ആകുലതകളും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ കോവിഡിനെ നമ്മൾ നിയന്ത്രണത്തിലാക്കി. പക്ഷെ നമ്മുടെ മനസ്സുകൾ വളരെയധികം കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞു. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഭാരതത്തിലും പിന്നെ ലോകം മുഴുവനും വർദ്ധിച്ചു വന്നു. ഈ പ്രശ്നങ്ങളെല്ലാം മുൻപേ തന്നെ വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥയിലായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 2 വർഷത്തിൽ പൂർവാധികം വർദ്ധിക്കുകയാണ് ചെയ്തത്. കോവിഡ് എന്ന മഹാമാരി ശാരീരികാരോഗ്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു. അതിനുവേണ്ടി സയൻറ്റിസ്റ്റ്സ് വാക്സിനും കണ്ടുപിടിച്ചു. എന്നാൽ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ ആരാണ് ശരിയാക്കുക? കോവിഡ് മാറി വരുന്നുണ്ട്. വീണ്ടും ചില പുതിയ തരംഗങ്ങൾ ഇനിയും വരുമെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. വീണ്ടും നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ തകരാറിലാവുകയും ചെയ്യും. ഇതൊക്കെ കോവിഡ് വന്നതുകൊണ്ട് മാത്രമുണ്ടായ പ്രശ്നങ്ങളല്ല. ഭാവിയിൽ വേറെ ഒരു സാഹചര്യം വരാം. നാളെയും മറ്റന്നാളും ഒക്കെയായും വീണ്ടും പല സാഹചര്യങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. ഇവയൊക്കെ ലോകത്തെ മുഴുവനായും ബാധിക്കുന്നവ ആയിരിക്കണമെന്നില്ല. എൻ്റെ ജീവിതത്തിലും ഇവയൊക്കെ വന്നേക്കാം. കോവിഡിൻ്റെ സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ അത്രയധികം സ്വാധീനം ചെലുത്തിയിരിക്കുന്നു. കാരണം ഈ കഴിഞ്ഞ 2 വർഷമായി ലോകജനത ഒറ്റക്കെട്ടായി ഭയവും ഉത്കണ്ഠയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഭയവും എങ്സൈറ്റിയും സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ അത് ഓരോ വ്യക്തിയിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ ഒരു രാജ്യത്തെ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അവിടെയുള്ള ജനങ്ങളിൽ ഭയവും ആകുലതയും ഉണ്ടാക്കാറുണ്ട്. എന്നാൽ മുഴുവൻ വിശ്വത്തിലും ഭയവും ആകുലതയും ഒരുപോലെ ഉണ്ടാകുമ്പോൾ, അതും 2 വർഷമായി നിരന്തരമായി ഉണ്ടാകുമ്പോൾ, ഈ 2 വർഷം മുഴുവൻ ലോകത്തിൻ്റെയും വൈബ്രേഷൻ എന്തായിരിക്കും? ലോകത്തിൻ്റെ മുഴുവൻ വൈബ്രേഷനും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഉദാഹരണമായി, ഈ ഹാളിൽ 800ഓളം ആളുകൾ ഒത്തുചേർന്നിരിക്കുന്നു അല്ലേ? ഇതിൽ നിന്നും 2 പേർക്ക് മാത്രം ഭയവും ആകുലതയും ഉണ്ടാവുകയാണെങ്കിൽ അതൊരു പ്രശ്നവും ഉണ്ടാക്കില്ല. അത് ഒരു പ്രശ്നമേ ആകുന്നില്ല. 2 പേർ മാത്രമാണ് ഭയവും എങ്സൈറ്റിയും സൃഷ്ടിക്കുന്നത്. ഈ 2 വ്യക്തികൾ ഒഴികെ ശാന്തമായ മനസ്സോടുകൂടി ഇരിക്കുന്നവരുടെ വൈബ്രേഷൻസും കൂടി ഈ 2 പേരുടെ മേൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെ ആ 2 പേരും ശാന്തമായ മനസ്സുള്ളവരായി മാറുന്നു. എന്നാൽ ഈ ഹാളിൽ നമ്മൾ 800 പേർ ഇരിക്കുന്നുണ്ട്. ഈ 800 പേരിൽ 600 പേരും ഭയവും എങ്സൈറ്റിയും നോർമലാണ് എന്ന് പറയുകയാണെങ്കിൽ ഹാളിൻ്റെ വൈബ്രേഷൻ വളരെ പെട്ടെന്ന് തന്നെ മാറാൻ തുടങ്ങും. ഹാളിലെ വൈബ്രേഷൻസ് മുഴുവനായും മാറാൻ തുടങ്ങുന്നു. ഇങ്ങനെ ഈ ഹാളിലെ മുഴുവൻ എനർജിയും മാറാൻ തുടങ്ങുമ്പോൾ വളരെ മുൻപേ തന്നെ ഭയവും ആകുലതയും ഉള്ള 100 പേർ ഇവിടെ ഉണ്ടെങ്കിൽ 600 പേർ സൃഷ്ടിച്ച വൈബ്രേഷൻസ് അവരെ എങ്ങനെയായിരിക്കും ബാധിക്കുക? ഇതിലൂടെ ഈ ലോകത്തെ സുഖപ്പെടുത്തുന്നതിനു പകരം നമ്മൾ ദുഃഖവും
വിഷമതകളും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മാനസികാവസ്ഥ നമ്മുടെ മാത്രം അവസ്ഥയല്ല. ഇത് നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്. ആദ്യമായി നമ്മുടെ അവസ്ഥ നമ്മുടെ വീടിൻ്റെ വൈബ്രേഷനാണ്. പിന്നീട് അത് നമ്മുടെ ഓഫീസിൻ്റെ വൈബ്രേഷനായി മാറുന്നു. പിന്നെ ആ വൈബ്രേഷൻ നമ്മുടെ സിറ്റിയിലേക്കും നമ്മുടെ രാജ്യത്തിലേക്കും പിന്നെ ഈ ലോകത്തേക്കും വ്യാപിക്കുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു നെഗറ്റീവായ കാര്യം വെറുതെ ചിന്തിക്കുന്നു. നമ്മുടെ ഓരോ ചിന്തകളും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ചിന്തകൾ മനസ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ചിന്തകൾ വൈബ്രേറ്റ് ചെയ്ത് വായുവിലൂടെ വ്യാപിക്കുന്നു. നമ്മുടെ ചിന്തകളുടെ ഈ ഊർജം എവിടെ എത്തുന്നുവോ എന്ന് നമുക്കറിയുന്നില്ല. ആരുടെയൊക്കെ ദുഃഖങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ഇതൊന്നും നമ്മൾ അറിയുന്നതേയില്ല. ഈ കഴിഞ്ഞ 2 മാസങ്ങളായി പലരും പാനിക് അറ്റാക്കിനെ പറ്റിയും ആങ്സൈറ്റി ഡിസോർഡേഴ്സിനെ പറ്റിയും ഒക്കെ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവരുടെ ഒന്നും ജീവിതത്തിൽ പ്രോബ്ലംസ് ഒന്നുമില്ല. എന്നാൽ അന്തരീക്ഷം വളരെയധികം അശുദ്ധമായിരിക്കുന്നു. ദൂഷിതമായ അന്തരീക്ഷത്തിലൂടെ അത്തരം വൈബ്രേഷൻസ് നമ്മളെ ബാധിക്കുന്നു. കാരണം ദൈനംദിന ജീവിതത്തിൽ ശരിയായ മാനസികാരോഗ്യത്തിനു വേണ്ടി നമ്മൾ ഇതുവരെയും ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് വൈകാരികമായ ആരോഗ്യം അഥവാ ഇമോഷണൽ ഫിറ്റ്നസ്സിനു വേണ്ടി നമ്മൾ എടുക്കേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നതാണ്. സ്വരാജ്യം എന്നാൽ സ്വയത്തിന്മേൽ പൂർണ്ണമായ നിയന്ത്രണവും അധികാരവും ഉണ്ടാകുക എന്നാണ് അർത്ഥം. എന്താണ് സ്വരാജ്യം എന്നാൽ? സ്വയത്തിന്മേൽ പൂർണ്ണമായ നിയന്ത്രണവും അധികാരവും ഉണ്ടാകുക എന്നാണ് അർത്ഥം. നമ്മൾ പല വിധത്തിലും അടിമകളായി മാറിയിരിക്കുകയാണ്. ഫോൺ ബെൽ അടിക്കുന്നത് പോലും നമ്മളെ അസ്വസ്ഥരാക്കുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ മനസ്സുകൊണ്ട് കളിക്കുന്നത് നിർത്തണം. ഇതൊന്നും ആരോടും പറയേണ്ട ആവശ്യമില്ല. ഇനി മുതൽ ആരുടെയെങ്കിലും പെരുമാറ്റമോ മോശമായ സാഹചര്യമോ നിങ്ങളെ അസ്വസ്ഥമാക്കുന്നുണ്ടെങ്കിൽ സ്വന്തം മനസ്സിനോട് പറയൂ, ഞാൻ ഇവരുടെയും അടിമയായി മാറിയിരിക്കുന്നു. ഞാൻ ഇവരുടെയും അടിമയായി മാറിയിരിക്കുന്നു എന്ന്. ഏതെങ്കിലും ഒരു വാഹനം നിങ്ങളുടെ കാറിനെ ഓവർടേക്ക് ചെയ്താലും ഞാൻ ഇവരുടെയും അടിമയാണോ എന്ന് സ്വയം ചോദിക്കൂ. പിന്നെ നിങ്ങളുടെ ഫോൺ ഒന്ന് കാണാതെ പോയാൽ നിങ്ങൾ വീണ്ടും അസ്വസ്ഥരാകുന്നു. നിങ്ങൾ ഫോണിൻ്റെയും അടിമയായി മാറിപ്പോയിരിക്കുന്നു. അങ്ങനെ ദിവസം മുഴുവനും പല കാര്യങ്ങൾക്ക് നമ്മൾ അടിമകളായി മാറിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ പിറ്റേ ദിവസം തുടങ്ങുമ്പോൾ തന്നെ ചായ, കാപ്പി അങ്ങനെ പലതും നമ്മൾ അടിമകളായി മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാകും. കാരണം ദിവസം തുടങ്ങുമ്പോൾ തന്നെ ചായയോ കാപ്പിയോ ഒന്നും ലഭിക്കാതിരുന്നാൽ നിങ്ങളുടെ ദിവസം ശരിയാവുന്നില്ലെങ്കിൽ നിങ്ങൾ കോഫിയുടെ അടിമയായിരിക്കുന്നു. രാവിലെ എഴുന്നേറ്റയുടൻ ന്യൂസ് പേപ്പർ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ മൂഡ് ആകെ അസ്വസ്ഥമാകുന്നു. അപ്പോൾ നിങ്ങൾ ന്യൂസ് പേപ്പറിൻ്റെയും അടിമയായി. ഏതെല്ലാം സാധനങ്ങൾ, ഏതെല്ലാം സാഹചര്യങ്ങൾ, ഏതെല്ലാം വ്യക്തികളുടെ ചില പ്രത്യേക പെരുമാറ്റങ്ങൾ എന്നിവയൊക്കെ ആശ്രയിച്ചാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് മനസ്സിലായെങ്കിൽ അറിഞ്ഞുകൊള്ളുക, ഞാൻ അവയുടെ എല്ലാം അടിമയായി മാറിയിരിക്കുന്നു. അതേസമയം എനിക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ സാമൂഹികമായി വളരെ സ്വതന്ത്രനാണ്. എനിക്കിഷ്ടമുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് എന്നൊക്കെ നമ്മൾ സാധാരണയായി പറയാറുണ്ട്. നമുക്ക് ഫിസിക്കൽ ഫ്രീഡമുണ്ട്, നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡമുണ്ട്, നമുക്ക് സോഷ്യൽ ഫ്രീഡമുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് അഥവാ വൈകാരികമായ സ്വാതന്ത്ര്യമാണ്. നമ്മൾ ഇമോഷണൽ ഇൻഡിപെൻഡൻസ് കൂടി നേടുകയാണെങ്കിൽ ഈ ലോകം തന്നെ മാറും. ഈ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ഇനി മുൻപെപ്പോഴെങ്കിലും നിങ്ങൾ ശക്തമായി പ്രതികരിച്ചിട്ടുള്ള ഒരു സീനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകൂ. അന്ന് നിങ്ങൾ ദേഷ്യത്തോടെയോ വെറുപ്പോടെയോ പ്രതികരിച്ചിട്ടുണ്ടാകാം. അവർ കാരണം ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നതിനു പകരം ഞാൻ ദേഷ്യപ്പെട്ടു എന്ന് ഒന്ന് പറഞ്ഞു നോക്കൂ.
ഞാൻ വേദന സൃഷ്ടിച്ചു. ഞാനാണ് എന്നിൽ വെറുപ്പ് സൃഷ്ടിച്ചത്. ഞാൻ അക്ഷമ കാണിച്ചു. ഇങ്ങനെ ഞാനാണ് ഇവയെല്ലാം സൃഷ്ടിച്ചത് എന്ന് സ്വയം ബോധ്യപ്പെടുമ്പോൾ ശക്തി ആരുടെ ഭാഗത്താണ് ഉള്ളത് എന്ന് മനസ്സിലാകാൻ തുടങ്ങുന്നു. പവർ ആരിലാണ് ഉള്ളത്? ഞാനാണ് ഇവയെല്ലാം സൃഷ്ടിച്ചത് എങ്കിൽ ഇവയുടെയൊക്കെ മേൽ എനിക്കൊരു ചോയ്സ് ഉണ്ട് എന്നാണ് അർത്ഥം. വിഷമങ്ങൾ ഞാനാണ് സൃഷ്ടിച്ചതെങ്കിൽ അത് ഞാൻ തന്നെ ശരിയാക്കുകയും വേണമല്ലോ. ഇനി അവരാണ് എന്നെ വേദനിപ്പിച്ചത് എങ്കിൽ ആ വേദന ഇല്ലാതാക്കേണ്ടത് ആരാണ്? ആ വേദന ഇല്ലാതാക്കാൻ അവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അവരെപ്പോൾ എൻ്റെ വേദനകൾ ഇല്ലാതാക്കുമെന്നത് അവരുടെ ചോയ്സാണ്. എന്നാൽ ഞാൻ അവർ എനിക്ക് നൽകിയ എല്ലാ വേദനകളെയും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നു. അത് ചിലപ്പോൾ 10 ദിവസത്തേക്കാകാം, 10 മാസങ്ങളാകാം, 10 വർഷങ്ങളാകാം, അല്ലെങ്കിൽ ഒരു ജീവിതകാലം മുഴുവനുമായി അവയെ മുറുകെ പിടിച്ചു ജീവിച്ചേക്കാം. ഒരു ജീവിതകാലം മുഴുവനും ഇത്തരം മാനസികമായ ആഘാതങ്ങൾ നമ്മൾ മുറുകെ പിടിച്ചു ജീവിക്കാറുണ്ട്. അവർ എന്നെ വേദനിപ്പിച്ചു എന്ന് ഒരു വിശ്വാസമാണ് ഇതിന് കാരണം. നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്തു, നിങ്ങൾ എന്നെ ബഹുമാനിച്ചില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഓരോ ചിന്തകളും നമ്മുടെ സന്തോഷങ്ങളെയെല്ലാം എന്താണ് ചെയ്യുന്നത്? ഇത്തരം ചിന്തകൾ നമ്മുടെ സന്തോഷങ്ങളെ എങ്ങനെയാക്കി മാറ്റുന്നു എന്ന സത്യം തിരിച്ചറിയണം. ആളുകൾ അവർക്ക് തോന്നുന്നത് പോലെ പെരുമാറുന്നു. ചിലപ്പോൾ നന്നായി പെരുമാറും, ചിലപ്പോൾ മോശമായി പെരുമാറി എന്നും വരാം. അവരെങ്ങനെയാണോ അങ്ങനെ തന്നെ മോശമായി തന്നെ പെരുമാറിക്കൊള്ളുക എന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. തെറ്റുകളെ ന്യായീകരിക്കാൻ നിൽക്കരുത്. അങ്ങനെയുള്ളവരോട് നമുക്ക് ഡിസിപ്ലിൻഡ് ആകണം എന്നും പറയാം. ശരിയായ നിർദ്ദേശങ്ങൾ നൽകാം. വേണമെങ്കിൽ കർക്കശമായ ശാസനകളും നൽകാം. ഓഫീസുകളിലൊക്കെ മോശമായ കാര്യങ്ങൾ ചെയ്യുന്നവരെ പുറത്താക്കാറുണ്ട്. എന്നാൽ ഇവയോടെല്ലാമുള്ള നമ്മുടെ റിയാക്ഷൻസ് നമ്മുടെ ചോയ്സാണ്. ഏതൊരു കാര്യത്തെയും ക്ഷമയോടെ കൈകാര്യം ചെയ്യണോ അതോ അസ്വസ്ഥമായി നേരിടണോ എന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. മറ്റുള്ളവരെ അച്ചടക്കം പഠിപ്പിക്കുന്നത് നമ്മുടെ എനർജിയെ സംരക്ഷിച്ചു കൊണ്ടായിരിക്കണം. മറ്റുള്ളവരെ അച്ചടക്കം പഠിപ്പിക്കുന്നതിനായി നമ്മളിൽ എന്ത് ഗുണം ആണ് വേണ്ടത്? സെൽഫ് ഡിസിപ്ലിൻ. മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതിനായി ആദ്യം എന്താണ് വേണ്ടത്? സെൽഫ് മാനേജ്മെൻറ്റ്. മറ്റുള്ളവരെ ഭരിക്കാൻ അറിയുന്നതിന് മുൻപേ സ്വയത്തെ റൂൾ ചെയ്യാൻ പഠിക്കണം. ഇതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി അഥവാ നേതൃപാടവം. മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതിന് മുൻപ് തന്നെ സ്വരാജ്യം അഥവാ സ്വയത്തിൽ പരമമായ അധികാരം ഉള്ളവരായി മാറണം. ഇനി വളരെ ചെറിയ ഒരു കാര്യം നോക്കാം. ഈയിടെയായി കുട്ടികൾക്ക് അനുസരണശീലം തീരെ ഇല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ഞങ്ങൾ പല പ്രോഗ്രാമുകളും രക്ഷിതാക്കളോട് പറയാറുണ്ട്. വീട്ടിലെല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളിൽ ആരും തന്നെ ഫോൺ ഉപയോഗിക്കരുത്, TV കാണരുത് എന്നൊക്കെ പറയാറുണ്ട്. ഇക്കാര്യങ്ങൾ വീട്ടിൽ സ്ട്രിക്റ്റായി നടപ്പിലാക്കണമെന്നും പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങളിൽ ആർക്കൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ TVയും ഫോണും ഉപയോഗിക്കാതെ ഇരിക്കാൻ കഴിയും? ഇത് വളരെ ചെറിയ ഒരു കാര്യമാണ്. ഇതിനായി ഒരു ചിന്ത പോലും സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫോൺ മാറ്റി വയ്ക്കണം, TV ഓഫ് ചെയ്യണം. അത്രമാത്രമേ വേണ്ടൂ. അത്രയ്ക്ക് എളുപ്പമുള്ള ഒരു കാര്യമാണിത്. എന്നാൽ പല രക്ഷിതാക്കളും പറയാറുണ്ട്, ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. എന്നാൽ ഞങ്ങളുടെ കുട്ടികൾ ഇതൊന്നും പറഞ്ഞാൽ അനുസരിക്കില്ല. നമ്മുടേത് വളരെ സുന്ദരമായ ഒരു തലമുറയാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അച്ഛനും അമ്മയും പറയുന്നത് അനുസരിച്ച് വളർന്ന ഒരു തലമുറയാണ്
നമ്മുടേത്. ഒരു 25 വർഷം മുൻപ് വരെ അങ്ങനെയൊക്കെ ആയിരുന്നു. അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങൾ നമ്മൾ അതേപടി ചെയ്തിരുന്നു. ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേരങ്ങനെയുണ്ട്? നമ്മൾ എത്ര നല്ല കുട്ടികളായിരുന്നു. മാതാപിതാക്കൾ പറയുന്നതിനപ്പുറമായി നമുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് നമ്മൾ തന്നെ പറയുന്നു, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ കുട്ടികൾ അനുസരിക്കില്ല. വലിയ കാര്യങ്ങളല്ല, വളരെ ചെറിയ കാര്യങ്ങൾ പോലും അനുസരിക്കുന്നില്ല. രക്ഷിതാക്കൾക്ക് കുട്ടികളുമായുള്ള ബന്ധത്തിന് ഈ കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ എന്താണ് സംഭവിച്ചത്? നമ്മൾ വളരെ പഴക്കം ചെന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നുമല്ല സംസാരിക്കുന്നത്. നമ്മൾ നമ്മുടെ തന്നെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും അച്ഛനമ്മമാർ പറയുന്നതനുസരിച്ച് ചെയ്തിരുന്നു. എന്നാൽ നമ്മുടെ കുട്ടികളോ? അവർ ഒരുവിധം എല്ലാ കാര്യങ്ങളും അവരുടെ ഇഷ്ടമനുസരിച്ച് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത്ര വലിയൊരു ഷിഫ്റ്റ്, ഒരു വലിയ മാറ്റം. എന്നിട്ടും നമ്മൾ കുട്ടികളെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിടുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിടുന്നത്? കാരണം ചെറുപ്പം മുതൽക്കേ നമ്മൾ അവരോട് അവരുടെ ഇഷ്ടങ്ങൾ ചോദിക്കാറുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് കഴിക്കാൻ വേണ്ടത്? 3 വയസ്സുള്ള കുട്ടിയോട് പോലും എന്താണ് കഴിക്കാൻ ഇഷ്ടമെന്ന് ചോദിക്കുന്ന പാരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ കുട്ടി സ്വാഭാവികമായും തൻ്റെ ചോയ്സ്, തനിക്കിഷ്ടമുള്ളത് എന്താണോ അത് വേണമെന്ന് പറയും. വളരെ പെട്ടെന്ന് തന്നെ ആ വിഭവം നമ്മൾ കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. വളരെ ചെറിയ കുട്ടിയായിരിക്കും. ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരുമ്പോഴേക്കും കുട്ടിയുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ മാറ്റമുണ്ടാവാം. അവൻ പറയും, എനിക്കിത് കഴിക്കാൻ വേണ്ട. അമ്മ വീണ്ടും ചോദിക്കും, ഇത് കഴിക്കാൻ വേണ്ടെങ്കിൽ പിന്നെ എന്താണ് വേണ്ടത്? പറയൂ. ഈ ശബ്ദം കൊണ്ട് ആരും അസ്വസ്ഥരായില്ലല്ലോ. സ്വയം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് കൈയടിക്കും. പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഫോണിൻ്റെ റിംഗ് ടോൺ വളരെ സുഖകരമാണ്. മുന്നോട്ട് പോകുമ്പോൾ എന്താണ് എന്ന് നോക്കിക്കാണാം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ എനർജി നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ വളരെ വലിയ സാഹചര്യങ്ങളിൽ പോലും നമുക്ക് സ്വാഭാവികമായ ദൃഢതയോടെ നിലനിൽക്കാൻ സാധിക്കും. കുട്ടികളോട് ഓരോ കാര്യങ്ങളും ചോദിച്ച് ചെയ്തു കൊടുക്കുന്നതിലൂടെ നമ്മൾ അവരുടെ മനസ്സിന് ഒരു തരം പ്രോഗ്രാമിംഗ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതുതരം ലോകമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്കായി ലോകം അങ്ങനെ മാറും. ഭക്ഷണം എന്ത് കഴിക്കണം, ഏതുതരം വസ്ത്രം ധരിക്കണം എന്നതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ്. എന്നാൽ കുട്ടിയുടെ ലോകം അതൊക്കെയാണ്. നമ്മുടെ ചെറുപ്പകാലത്ത് എങ്ങനെയായിരുന്നു? ഇന്ന് ഇതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, കഴിക്കണം. നമ്മൾ അത് കേട്ടാണ് വളർന്നു വന്നത്. അന്ന് നമ്മുടെ മനസ്സിലെ പ്രോഗ്രാമിംഗ് എന്തായിരുന്നു? ലോകം എനിക്ക് എന്താണോ നൽകുന്നത് ഞാനത് സ്വീകരിക്കണം, അതിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് ഭക്ഷണം ഇപ്പോൾ വേണ്ട, കഴിക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലോ? വേണമെങ്കിൽ കഴിക്കൂ, അല്ലെങ്കിൽ കഴിക്കേണ്ട, വീട്ടിൽ ഇത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, അല്ലേ എന്ന മറുപടിയാണ് ലഭിക്കുക. അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനും എന്തിനേയും സ്വീകരിക്കുവാനും പൊരുത്തപ്പെടാനും ഒക്കെ പഠിച്ചു. അത് ഭക്ഷണത്തിൻ്റെ കാര്യം പോലെ ചെറിയ ഒരു കാര്യമാണെങ്കിൽ കൂടെ നമ്മൾ സ്വീകരിക്കാൻ പഠിച്ചു. ഒരു ഡ്രസ്സ് വാങ്ങിച്ചു തന്നാൽ നമ്മൾ അത് ധരിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കുട്ടികളെയും കൊണ്ട് മോളിൽ പോയി ഡ്രസ്സ് ചൂസ് ചെയ്യാൻ പറയുന്നു. വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് താൻ ആഗ്രഹിക്കുന്ന എന്തും തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ലഭിക്കുമെന്ന വിശ്വാസം അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് എന്തിനേയും സ്വീകരിക്കാനുള്ള ശക്തിയോ, എവിടെയും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ശക്തിയോ, പൊരുത്തപ്പെടാനുള്ള ശക്തിയോ വളർത്തിയെടുക്കാൻ കഴിയില്ല. നോ എന്ന ഒരു മറുപടി സഹിക്കാൻ പോലും പറ്റില്ല. അത് കേൾക്കാനുള്ള ശക്തി തന്നെ ഉണ്ടാകില്ല. ഇങ്ങനെ വളരുന്ന കുട്ടികൾക്ക് ഒരു 20-25 വയസ്സൊക്കെ ആകുമ്പോൾ ഈ പറഞ്ഞ ശക്തികളൊക്കെ പെട്ടെന്ന് എവിടെ നിന്ന് കിട്ടാനാണ്? അങ്ങനെയാകുമ്പോൾ പിന്നെ ഭാവിയിൽ അവർ തങ്ങളുടെ ജീവിത പങ്കാളിക്കൊപ്പം കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് വരും.
എന്നിട്ട് പറയും, ഞങ്ങൾ ഇനി ഒന്നിച്ചു ജീവിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ശരി, ഒന്നിച്ചു ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കാരണം പറയൂ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ? എന്തെന്നാൽ 5-6 വർഷങ്ങൾക്ക് മുമ്പ് പരസ്പരം വേർപിരിയാൻ ഇരു കൂട്ടർക്കും വളരെ ശക്തമായ കാരണങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായി, അങ്ങനെ ഉണ്ടായി, വീട്ടിൽ ഇതെല്ലാം നടന്നു എന്നൊക്കെയുള്ള കൃത്യമായ കാരണങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ സ്വീറ്റായി വന്നു പറയും, ജസ്റ്റ് ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ജസ്റ്റ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ താല്പര്യമില്ല, എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമല്ല എന്ന് പറയുന്നത്ര ലാഘവത്തോടെയാണ് ഞങ്ങൾക്ക് ഒന്നിച്ചു ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നത്. ഒരു ബന്ധത്തിൽ നിന്നും എനിക്ക് ഒന്നും ലഭിക്കുന്നില്ല എന്ന തോന്നൽ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇങ്ങനെ കാര്യങ്ങൾ തുടർന്നു കൊണ്ടുപോയാൽ ഇനി വരുന്ന തലമുറകളെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാനാകും? ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം ആർക്കാണ്? ഇത് ആരുടെ ഉത്തരവാദിത്തമാണ്? വരും തലമുറയുടെ മനസ്സിനെ ശക്തിശാലിയാക്കാൻ, സെൽഫ് കൺട്രോൾഡ് ആക്കാൻ, അതുപോലെ തന്നെ ചുറ്റുമുള്ള കാര്യങ്ങളെ സ്വീകരിക്കാനും പൊരുത്തപ്പെടാനും എല്ലാവരുമായി അഡ്ജസ്റ്റ് ചെയ്യാനും പ്രാപ്തമാക്കുന്നതിനായി ഈ ഗുണങ്ങളെയും ശക്തികളെയും ആദ്യം ധാരണ ചെയ്ത് പ്രാവർത്തികമാക്കേണ്ടത് ആരാണ്? ആരുടെ ഉള്ളിലാണ് ഇതെല്ലാം ആദ്യം ഉണ്ടാകേണ്ടത്? അവനവനുമേൽ കൊണ്ടുവരണം. സ്വയത്തിൽ ആദ്യം നിയന്ത്രണം കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ശരിയായ നേതൃപാടവം അഥവാ ലീഡർഷിപ്പ് ക്വാളിറ്റി. പാരൻറ്റിങ്ങും ഒരു തരത്തിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. സ്വരാജ്യം, സ്വയത്തിൽ നിയന്ത്രണവും അധികാരവും ആദ്യം ഉണ്ടായാലേ നമുക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കാനാവുകയുള്ളൂ. അല്ലെങ്കിൽ അവർ നമ്മളെ ഒരിക്കലും അനുസരിക്കില്ല. ആദ്യം നമ്മുടെ ഉള്ളിലുള്ള ലോകത്തിൻ്റെ അധികാരിയാവണം. അതുകൊണ്ട് മാറ്റത്തിലേക്കുള്ള ആദ്യ ചുവടുകൾ നമുക്ക് വയ്ക്കാം. ആദ്യമായി ഞാനൊരു വിക്ടിം ആണ്, അതായത് ചതിക്കപ്പെട്ടവനാണ് എന്ന ചിന്തയ്ക്കു പകരം ഞാനാണ് എൻ്റെ വിചാരങ്ങളെയും സൃഷ്ടിക്കുന്നത് എന്ന മനോഭാവത്തിലേക്ക് സ്വയം മാറുക. അവർ കാരണം, ഇവർ കാരണം എന്ന ചിന്തകളെ പാടെ ഒഴിവാക്കുക. എൻ്റെ ചിന്തകളും വികാരങ്ങളും ആരാണ് സൃഷ്ടിക്കുന്നത്? ഞാൻ സൃഷ്ടിക്കുന്നു. ചിലപ്പോൾ മാത്രമോ അതോ എപ്പോഴും ഞാനാണോ എൻ്റെ ചിന്തകളുടെ ഉത്തരവാദി? എൻ്റെ സമ്മതമില്ലാതെ ആർക്കെങ്കിലും എൻ്റെ മനസ്സിലേക്ക് നുഴഞ്ഞു കയറി ഒരു ചിന്ത ഉണ്ടാക്കാനായി സാധിക്കുമോ? ഇല്ല, പറ്റില്ല അല്ലേ? അപ്പോൾ പിന്നെ നമുക്ക് അത്തരം ചിന്തകളെയും ഭാഷയെയും സ്വയം തന്നെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. കാരണം ഒരേ രീതിയിലുള്ള ചിന്താഗതികളെ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ നമ്മൾ അത്തരം ചിന്തകളോടുള്ള ആശ്രയത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നു. എനിക്ക് കാപ്പി കിട്ടാതെ ജീവിക്കാനാവില്ല എന്നൊരിക്കലും പറയരുത്. ഇങ്ങനെ പറയുന്നതിലൂടെ നിങ്ങൾ ആ ശീലത്തിനോടുള്ള അടിമത്തത്തെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. കാപ്പി കുടിച്ചോളൂ, എന്നാൽ ഒരിക്കലും കാപ്പി ഇല്ലാതെ ജീവിക്കാനാവില്ല എന്ന് പറയരുത്. നമ്മൾ നമ്മുടെ മനസ്സിനോട് ഞാൻ കാപ്പിയുടെ അടിമയാണ് എന്ന് പറയുന്നതിന് തുല്യമാണിത്. കാപ്പി കിട്ടിയില്ലെങ്കിൽ അസ്വസ്ഥമാകുന്നത് സാധാരണമാണ്. കാപ്പി കിട്ടിയാൽ മാത്രമേ ഞാൻ ശരിയാവുകയുള്ളൂ എന്നൊക്കെ നമ്മൾ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാകുമ്പോൾ എപ്പോഴും സ്റ്റേബിളായി ഇരിക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടായി മാറും. നമ്മുടെ വൊക്കാബുലറിയിൽ നാം ഉപയോഗിക്കുന്ന പദങ്ങളിൽ ആദ്യം ചില മാറ്റങ്ങൾ വരുത്തണം. എനിക്കിതില്ലാതെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇക്കാര്യം ശരിയാവില്ല, എങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാകും. ഇങ്ങനെ ഓരോ വരികളും ചിന്തിക്കുന്നതിലൂടെ നമ്മൾ സ്വയത്തെ ആ കാര്യത്തിലേക്ക് കൂടുതൽ ആശ്രയിക്കുന്നവരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ വൈകാരികമായ സ്വാതന്ത്ര്യം, ഇമോഷണൽ ഇൻഡിപെൻഡൻസ് വീണ്ടെടുക്കണം.
അതുകൊണ്ട് കോഫി കുടിച്ചുകൊണ്ടും ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടും ഫോൺ ഉപയോഗിച്ചുകൊണ്ടും തന്നെ ഇതിനൊന്നും അഡിക്റ്റഡ് ആകാതെ വേണം ഇവയൊക്കെ ഉപയോഗിക്കുവാൻ. എന്തെന്നാൽ അഡിക്ഷൻ ഒരു ആശ്രയത്വം അഥവാ ഡിപ്പെൻഡൻസിയാണ്. ഡിപ്പെൻഡൻസി ഒരു തരം അടിമത്തമാണ്. അടിമത്തം മനസ്സിൻ്റെ ശക്തികളെ കുറയ്ക്കുന്നു. അവ നമുക്ക് ജീവിതത്തിലെ സങ്കീർണമായ പരിസ്ഥിതികളെ തരണം ചെയ്യാനുള്ള ശക്തികൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ശക്തി പകർന്നു കൊടുക്കാനും കഴിയില്ല. നമ്മൾ കുട്ടികളിലേക്ക് ശക്തികളെ പകർന്നു നൽകണം. കോവിഡ് കാലത്ത് ബിസിനസ് ഇൻഡസ്ട്രീസ്, കോർപ്പറേറ്റ് സെക്ടർ, ഹെൽത്ത് ഇൻഡസ്ട്രി, ഹോസ്പിറ്റൽസ് അങ്ങനെ ധാരാളം പേർക്ക് വേണ്ടി വെബിനാറുകൾ സംഘടിപ്പിച്ചിരുന്നു. അവരെല്ലാം പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്: ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഞങ്ങൾക്ക് വൈകാരികമായ ഗുണനിലവാരം വളരെയധികമുള്ള ഉദ്യോഗാർത്ഥികളെയാണ് ആവശ്യമുള്ളത് എന്നാണ് അവർ പറഞ്ഞത്. ഉദ്യോഗാർത്ഥികൾ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിരിക്കണം. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നാൽ ഏത് സാഹചര്യത്തിൽ ഏത് ഇമോഷൻ ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കാനുള്ള കഴിവ്. അവർക്ക് തങ്ങളുടെ മനസ്സിനു മുകളിൽ വളരെയധികം നിയന്ത്രണം ഉണ്ടായിരിക്കണം. ഇനി അടുത്ത 24 മണിക്കൂർ വരെ, ഇന്ന് 8 മുതൽ നാളെ 8 വരെ നമുക്ക് ശാന്തമായും സ്റ്റേബിളായും ഇരിക്കാനാവുമോ എന്ന് നോക്കാം. വെറും 24 മണിക്കൂർ മാത്രം. ആർക്കൊക്കെയാണ് ഇതിന് കഴിയുക? അതും സൺഡേ. ഇപ്പോൾ വളരെ രസകരമായ ഒരു കാര്യം കൂടി കാണാൻ സാധിക്കാറുണ്ട്. മൺഡേ ആണോ അതോ സൺഡേ ആണോ നമുക്ക് ഏറ്റവും പ്രയാസകരമായ ദിവസം എന്ന് മനസ്സിലാക്കാൻ കഴിയാറില്ല. 5 വർഷം മുമ്പ് വളരെ ക്ലിയർ ആയിരുന്നു. ഫ്രൈഡേ ആയാൽ പിന്നെ അടുത്ത 2 ദിവസം വീട്ടിലിരിക്കാം. 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ മൺഡേ ജോലിക്ക് പോകണമല്ലോ എന്നാണ് തോന്നാറുള്ളത്. എന്നാൽ ഇപ്പോൾ ധാരാളം പേർ പറയാറുണ്ട് 2 ദിവസം വീട്ടിൽ ഇരിക്കുന്നതിനേക്കാൾ ജോലിക്ക് പോകുന്നതാണ് നല്ലതെന്ന്. പല കാര്യങ്ങളിലും മാറ്റം വന്നിരിക്കുന്നു. കാര്യങ്ങൾ എങ്ങനെ മാറിപ്പോയി എന്ന് നോക്കൂ. അടുത്ത 24 മണിക്കൂർ നിങ്ങളിൽ എത്ര പേർക്ക് അസ്വസ്ഥമാകാതെ ഇരിക്കാൻ കഴിയും? ആത്മവിശ്വാസത്തോടെ കൈ ഉയർത്തൂ. ആത്മവിശ്വാസത്തോടെ ഒരു പേഴ്സണൽ ഗ്യാരണ്ടി നൽകൂ. അടുത്ത 24 മണിക്കൂറിൽ എനിക്ക് മുന്നിൽ വരുന്ന ഒരു കാര്യത്തിനും എന്നെ ഇളക്കാൻ ആവില്ല. ശരി, നിങ്ങളുടെ കയ്യിൽ സെൻറ്ററിൻ്റെ നമ്പർ ഉണ്ടല്ലോ. അതിലേക്ക് നാളെ വൈകുന്നേരം 8 മണിക്ക് റിസൾട്ട് വാട്സപ്പ് ചെയ്യണം. റെഡിയല്ലേ? ഷുവർ അല്ലേ? ഇത് വളരെ ഈസിയായ കാര്യമാണ് എന്ന് ആർക്കൊക്കെയാണ് തോന്നുന്നത്? ഇതൊരു വലിയ കാര്യമല്ല എന്ന് ആർക്കൊക്കെ തോന്നുന്നുണ്ട്? ചെയ്യാനായി വലിയ കാര്യങ്ങൾ ഒന്നും തന്നെയില്ല. വെറും 24 മണിക്കൂർ സമയത്തേക്ക് നിങ്ങൾ ചില കാര്യങ്ങളിൽ ബോധവാനായി, അത്രേ വേണ്ടൂ. അവർ അങ്ങനെ ചെയ്തു, ഇത് അവരുടെ പെരുമാറ്റമാണ്, അവരുടെ സംസ്കാരമാണ് എന്ന ചിന്തകളിൽ നിന്നും ഒന്ന് മാറി എനിക്ക് എൻ്റെ സംസ്കാരങ്ങളോട് മാത്രമേ പ്രതികരിക്കേണ്ട ആവശ്യമുള്ളൂ എന്നാക്കി മാറ്റണം. ഒരു ദിവസം മുഴുവൻ ഇത്രയധികം ശ്രദ്ധയോടെ ഇരിക്കാൻ ആർക്കാണ് കഴിയുക എന്ന് പലരും ചിന്തിക്കാറുണ്ട്. ഒരിക്കൽ ആരോ ദാദി ജാനകിയോട് ചോദിച്ചു, എങ്ങനെയാണ് ഇത്ര അറ്റൻഷനോടെ ഇരിക്കാൻ കഴിയുന്നത്? ഓരോ സാഹചര്യങ്ങളിലും എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഇത്രയും ശ്രദ്ധയോടെ ഇരിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത്? അപ്പോൾ ദാദി ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ദിവസം മുഴുവനും ടെൻഷനോടെ ഇരിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് അറ്റൻഷനോട് കൂടി ഇരിക്കാനാവാത്തത്? വളരെ ലളിതവും സുന്ദരവുമായ മറുപടി. മുഴുവൻ ദിവസവും നിങ്ങൾക്ക് ടെൻഷനോട് കൂടി ഇരിക്കാനാവുന്നുണ്ടെങ്കിൽ പിന്നെ ശ്രദ്ധയോടെ ഇരിക്കാനും കഴിയുമല്ലോ. കുറച്ചു ദിവസങ്ങൾ അറ്റൻഷനോട് ഇരിക്കുന്നതിലൂടെ ശരിയായ രീതിയിൽ പ്രതികരിക്കുന്നത് നമ്മുടെ ശീലമായി മാറുന്നു. നമ്മൾ ഒരു ശീലത്തെ മാത്രമാണ് മാറ്റുന്നത്. അങ്ങനെ ധാരാളം ശീലങ്ങളെ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. നിങ്ങളിൽ പലരും പല സന്ദർഭങ്ങളിലായി നല്ല ശീലങ്ങളും മാറ്റിയിട്ടുണ്ട്, ഇല്ലേ?